ആത്മശക്തി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത തിരുനാൾ ഒരുക്കമായ ആത്മശക്തി എന്ന ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ധ്യാനത്തിന് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയ അനേകം കൃപകൾ, അഭിഷേകത്തെ ഓർത്ത് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. ഈ ഒരുക്ക ധ്യാനത്തിൻ്റെ 4-ാം ദിനമായി ഇന്ന് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടുമ്പോഴാണ് ആ വ്യക്തിക്ക് യേശുവിനെ കർത്താവായി രക്ഷകനായിട്ട് ഏറ്റുപറയാൻ സാധിക്കും. നമ്മൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എത്ര പേരുടെ മനസ്സിൽ ആഴമായി ചിന്തയുണ്ട്, യേശു ദൈവമാണ് എന്ന്, യേശു കർത്താവാണ് എന്ന്, ഈ ദൈവം ഏക രക്ഷകനാണ് എന്ന്. ഈ വിശ്വാസത്തിൻ്റെ ഗർവം മൂലമല്ലേ നമ്മൾ പല പല അന്ധവിശ്വാസത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക. എത്രയോ ദൈവമക്കൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ചില മേഖല അനുഗ്രഹം വെളിപ്പെടാതെ പോകുമ്പോൾ നിരവധിയായ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നവരില്ലേ? വിജാതി ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരില്ലേ? ഈ സത്യദൈവത്തെ ഉപേക്ഷിക്കുന്നവരില്ലേ? സത്യസമയെ ഉപേക്ഷിക്കുന്നവരില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിലർക്ക് ഈ കർത്താവായ യേശുവിനെ ഏക ദൈവം കർത്താവുമായി കാണാൻ സാധിക്കാതെ പോവുക? നീ അതിന് തിരുവചനം പറയുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്നറിയപ്പെട്ടാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് യേശുവിനെ കർത്താവായി ദൈവമായിട്ട് അംഗീകരിക്കാനും ഏറ്റുപറയാനും പ്രാർത്ഥിക്കാനും സാധിക്കും. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ കർത്താവും രക്ഷകനുമായി യേശുവിനെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ ആത്മാവ് നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ ആത്മാവിന് നിറവ് ലഭിക്കുമ്പോൾ യേശു കർത്താവാണ്, രക്ഷകനാണ് എന്ന് ഏറ്റുപറയാൻ, വിശ്വസിക്കാനും പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് തിരുവചനം ഇപ്രകാരം പറയുക. പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 3-ാം വചനം ഇങ്ങനെ പറയുന്നു: യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് വളരെ സ്പഷ്ടമായിട്ട്, നീ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. യേശു കർത്താവ് ദൈവമാണ്, രക്ഷകനാണ് എന്ന് ഏറ്റു പറയാൻ നീ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഒരു മനുഷ്യനും സാധിക്കില്ല എന്ന്. ഈ ദൈവം സത്യദൈവമാണ് എന്ന്, ഇന്ന് ഏക ദൈവമാണ് എന്ന്, ഇന്ന് ഏക കർത്താവാണ് എന്ന് ഈ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഏറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരും. അതുകൊണ്ട് പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരുക്ക ധ്യാനത്തിന് 4-ാം ദിവസമായി ഇന്ന് പരിശുദ്ധാത്മാവേ, യേശു കർത്താവാണ്, യേശു രക്ഷകനാണ്, യേശു ഏക ദൈവമാണ്, ഈ ചിന്തയും ഈ അഭിഷേകവും ഈ ബോധ്യവും എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 1-ാമത്തെ അധ്യായം 47-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുകയാണ്. അവിടെ പരിശുദ്ധ മാതാവിൻ്റെ സ്തോത്രഗീതം കാണാൻ സാധിക്കും. നീ പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പാടുന്നത് ഇപ്രകാരമാണ്: എൻ്റെ ചിത്തം എന്നെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം എന്നെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതായത് പരിശുദ്ധ മാതാവ് പോലും യേശുവിനെ തൻ്റെ പുത്രനായിട്ട് മാത്രമല്ല രക്ഷകനായിട്ട് കൂടി പരിശുദ്ധ മറിയെ സ്വീകരിക്കുക. ഇങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് പോലും തന്നെ പ്രിയപ്പെട്ട മകൻ രക്ഷകനായ കർത്താവായി സ്വീകരിക്കാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് നിറയപ്പെട്ടപ്പോഴാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയപ്പെടുമ്പോഴാണ് യേശുവിനെ കർത്താവായി രക്ഷകനായി നമുക്ക് ഏറ്റുപറയാൻ, വിശ്വസിക്കാൻ സാധിക്കും. ഈ ബോധ്യം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയ ജീവിതത്തിൽ ഒരിക്കലും ഏത് ദേശത്ത് പോയാലും, ഏത് ഭൂഖണ്ഡത്തിലേക്ക് കടന്നു ചെന്നാലും, ഈ ലോകത്തിൻ്റെ ഏത് കോണിലായാൽ പോലും ഈ സത്യദൈവത്തെയും ഈ സത്യസഭയും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവേ, എന്നെ വന്ന് നിറയണമേ, എൻ്റെ പ്രിയപ്പെട്ടവരെ വന്ന് നിറയണമേ. യേശു ദൈവമാണ്, കർത്താവാണ്, രക്ഷകനാണ് ഏറ്റുപറയാനും വിശ്വസിക്കാനും നീ അതിജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് ഈ ഒരു ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തെ
ഈ ശുശ്രൂഷയെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യട്ടെ. പെന്തക്കോസ്ത് തിരുനാൾ ഒരുക്കമായ ആത്മശക്തി എന്ന ഈ ധ്യാന ശുശ്രൂഷയിൽ ഓ കർത്താവായ യേശുവേ, ഈ 4-ാമത്തെ ദിവസ ശുശ്രൂഷയിൽ പ്രത്യേകമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് യേശു കർത്താവാണ്, യേശു രക്ഷകനാണ്. ഈ ചിന്തയും ബോധ്യവും പരിശുദ്ധാത്മാവേ എനിക്ക് നൽകണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി പ്രശ്നങ്ങൾ വരും. നമ്മുടെ രാജ്യം നമ്മൾ വിട്ടുപോകുമ്പോൾ, നീ വേറെ പല സ്ഥലങ്ങളിലേക്ക് മാറി ജീവിക്കുമ്പോൾ, നമ്മുടെ യേശുവിനെ, ഈ കർത്താവായ ദൈവത്തെ പലപ്പോഴും ഉപേക്ഷിക്കുന്നില്ലേ? യേശുവിൻ്റെ ദൈവമാണ്, ഏക കർത്താവാണ്, ഏക രക്ഷകനാണ്. ഈ ചിന്ത ലഭിക്കാതെ പോകുന്നതുകൊണ്ടുള്ള അസ്വസ്ഥതയല്ലേ? ഈ സത്യദൈവത്തെ, സത്യസഭയെ നമ്മൾ ഉപേക്ഷിക്കുക. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷം എന്നെ മരണം വരെ എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ്, ഇതെൻ്റെ മിശുഹായാണ് എന്ന് ഏറ്റു പറയാം, വിശ്വസിക്കുക. നീ അത് നിലനിൽക്കാനുള്ള അഭിഷേകം എനിക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പുതിയ കൃപ, പുതിയ അഭിഷേകം ദൈവാത്മാവ് നമുക്ക് നൽകുന്ന സമയം ഈ കൃപകൾക്ക് വേണ്ടി ഈ കരമുയർത്തി റൂഹായെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഈശ്വരനാസ്വാദം നമുക്ക് സ്നേഹിക്കാം. സാധിക്കുന്നൊരു മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വരവായി പുതു പന്തക്കുസ്ത